NDPS ആക്ടിലെ 27, 29 വകുപ്പുകൾ പ്രകാരമാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. നേരത്തെ ഷൈൻ പോലീസ് നൽകിയ മൊഴി അവിടെ താൻ പോലീസ് സംഘം ഡാൻസ് ഓഫ് സംഘം ഹോട്ടലിലെത്തിയപ്പോൾ രക്ഷപ്പെട്ടത് ഗുണ്ടാ സംഘമെന്ന് കരുതിയാണ്, മറ്റ് ലഹരി സംഘങ്ങളുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നായിരുന്നല്ലോ മൊഴി നൽകിയത്. നവമി, അങ്ങനെയെങ്കിൽ ആ മൊഴി വ്യാജമാണ് എന്ന് തന്നെയല്ലേ പോലീസ് മനസ്സിലാക്കുന്നത്? അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണോ, ഇപ്പോൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണോ പോലീസ് ഇത്തരമൊരു നീക്കത്തിലേക്ക് കിടക്കുന്നത്? നേരത്തെ തന്നെ ഷൈൻ ടോം ചാക്കോയുടെ ഫോണുകൾ, വാട്സാപ്പ് ചാറ്റുകൾ, ഫോൺ കോളുകൾ, ഗൂഗിൾ പേ ഇടപാടുകളൊക്കെ പോലീസ് പരിശോധിച്ചിരുന്നല്ലോ. ഇതിൽ വ്യക്തമായും ഷൈൻ ടോം ചാക്കോയ്ക്ക് ലഹരി സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് തെളിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. എന്തായാലും ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതായത് NDPC 27, 29 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അതായത് കേസെടുക്കാൻ തക്ക തെളിവുകൾ പോലീസിന് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കണ്ടെത്താൻ കഴിഞ്ഞു. അല്ലെങ്കിൽ ഈ ചോദ്യം ചെയ്യൽ ഷൈൻ ടോം ചാക്കോ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട പ്രതിയാണെന്ന് മനസ്സിലാകുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക്, ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി വൈദ്യപരിശോധന അടക്കം നടത്തേണ്ടതുണ്ട്. എന്തായാലും അന്ന് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട്, അതായത് അന്ന് ഹോട്ടലിൽ നടത്തിയ റെയ്ഡിനിടെ ഡാൻസ് ഓഫ് സംഘത്തെ കണ്ട് ഓടിയ ഷൈൻ ടോം ചാക്കോ അത് ഗുണ്ടാ സംഘങ്ങളെ ഭയന്നാണ് ഓടിയതെന്ന ഷൈൻ ടോം ചാക്കോയുടെ വാദം അത് മുഖവുരയ്ക്ക് എടുത്തിട്ടില്ല എന്ന് തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. അതായത് ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോയ്ക്ക് കൃത്യമായിട്ടുള്ള പങ്കുണ്ടെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രതിയാക്കി ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. എന്തായാലും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഇനി എന്തായാലും ആ ഒരു പ്രൊസീജിയർ, ഈ ഷൈൻ ടോം ചാക്കോയെ വൈദ്യപരിശോധനയ്ക്ക് അടക്കം കൊണ്ടുപോകുന്ന സാഹചര്യം, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൃത്യമായി പല സംശയങ്ങൾക്കും ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോ ലഹരി ഇടപാടുകൾ നടത്തുമ്പോൾ ഉൾപ്പെടുത്തേണ്ട വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇനി എന്തൊക്കെ തെളിവുകളാണ് പോലീസിന് ഷൈനെതിരെ ലഭിച്ചിരിക്കുന്നത് എന്നാണ് കണ്ടെത്തേണ്ടത്. ഈ ചോദ്യം ചെയ്യൽ, 4 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ പോലീസിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി തൃപ്തമല്ല. അതായത് ഷൈൻ ടോം ചാക്കോയുടെ മറുപടികളിലൊന്നും തന്നെ പോലീസിന് സംതൃപ്തി ഉണ്ടായിട്ടില്ല. അങ്ങനെ പല സംശയങ്ങളും ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. ഫോൺ പരിശോധനയിൽ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ പോലീസിന് ലഭിച്ചു എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഈ സാമ്പത്തിക ഇടപാടിലുമൊക്കെ ഈ ലഹരി ഇടപാടുകാരുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ലഹരി വിൽപ്പനക്കാരുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോയ്ക്ക് പങ്കുണ്ടെന്ന് തന്നെയാണ് പോലീസിന് മനസ്സിലാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ, കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഏതൊക്കെ വകുപ്പ്, കൂടുതൽ വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് വരും മിനിറ്റുകളിൽ അറിയാൻ സാധിക്കും. അതിനുശേഷം വൈദ്യപരിശോധനയ്ക്ക് അടക്കം കൊണ്ടുപോകുന്ന ഒരു നടപടികളിലേക്കായിരിക്കും പോലീസ് കടക്കുക. അങ്ങനെയാണെങ്കിൽ ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ടോം, വ്യക്തമാണ്. നവമി ദിനേശ് സൂചിപ്പിച്ചതുപോലെ NDPS നിയമത്തിലെ 27, 29 വകുപ്പുകൾ പ്രകാരമാണ് കേസ്. അതിലൊരു വകുപ്പ് നോൺ ബെയിലബിൾ ആണ്, ഒരു വകുപ്പിൽ ജാമ്യം കിട്ടാനുള്ള വകുപ്പുകൾ കൂടിയാണ്. നവമി, അങ്ങനെയെങ്കിൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. എന്തായിരിക്കും പോലീസിന്റെ നീക്കം? കാരണം ഇതിൽ ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ കൂടി ചുമത്തിയ സാഹചര്യത്തിൽ കുറച്ചുകൂടെ വ്യക്തത വരേണ്ടതുണ്ടല്ലേ? ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ചുമത്തിയ വകുപ്പുകളുമായി ബന്ധപ്പെട്ടാൽ കുറച്ചുകൂടെ വ്യക്തത വരേണ്ടതുണ്ടോ? അതോ കൃത്യമായും ഇയാൾക്ക് ലഹരി ഇടപാടുമായി ബന്ധമുണ്ട് എന്ന്, ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ ലഹരി സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്ന് കൃത്യം തെളിവുകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ നവമി? എന്തായാലും അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുമ്പോൾ, അല്ലെങ്കിൽ കേസെടുക്കുക എന്നൊരു നടപടിയിലേക്ക് പോലീസ് കടക്കുമ്പോൾ, അതിൽ നിന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പോലീസിന്റെ പക്കൽ കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട്. പോലീസിന്റെ ചോദ്യങ്ങളോട് ഷൈൻ ടോം ചാക്കോയ്ക്ക് കൃത്യമായി മറുപടി നൽകാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ജാമ്യമില്ല വകുപ്പ് പ്രകാരം ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അറസ്റ്റിലേക്ക് കടക്കും, പിന്നീട് റിമാൻഡ്
ആ നടപടികളൊക്കെ ഏതൊക്കെ വിധത്തിലായിരിക്കുമെന്ന് നമുക്ക് വരും മണിക്കൂറിൽ അറിയാൻ കഴിയും, അല്ലെങ്കിൽ വരും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അറിയാൻ കഴിയും. എന്തായാലും സെൻട്രൽ ACP ആണ് ഇപ്പോൾ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. NDPSന്റെ 27, 29 വകുപ്പുകൾ പ്രകാരം, ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തൊക്കെ തെളിവുകളാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞതെന്നാണ് ഇനി അറിയേണ്ടത്. അന്ന് നടന്ന, അതായത് ഈ ഹോട്ടലിൽ ഈ സംഭവം നടക്കുമ്പോൾ, ഈ ഓടി രക്ഷപ്പെടുന്ന ദിവസം, അന്ന് അവിടെ ഒരു ലഹരി പാർട്ടിയാണോ നടന്നത്, അല്ലെങ്കിൽ അവിടെ ഒരു ലഹരി ഇടപാടാണോ നടന്നതെന്നാണ് പോലീസിന് അങ്ങനെ അത്തരത്തിലൊരു തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ വരും മിനിറ്റുകളിൽ അറിയാൻ സാധിക്കും. എന്തായാലും ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുകയാണ്. ലഹരി ഇടപാടിലാണ് കേസ്. എന്തൊക്കെ തെളിവുകളാണ് ഇയാൾക്കെതിരെ ലഭിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ വകുപ്പ് പ്രകാരം കൂടുതൽ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടോ, അടുത്ത പോലീസിന്റെ നടപടി എന്തൊക്കെ രീതിയിലായിരിക്കുമെന്നൊക്കെ നമുക്ക് ഉടനെ തന്നെ അറിയാൻ സാധിക്കും. എന്തായാലും FIR രജിസ്റ്റർ ചെയ്തതിന് ശേഷം വൈദ്യ പരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. ഈ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണ് ഷൈൻ ടോം ചാക്കോ എന്ന തരത്തിൽ പലപ്പോഴും ഈ സ്പെഷ്യൽ ബ്രാഞ്ചിനടക്കം പരാതി ലഭിച്ച്, സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് അടക്കം നിലനിൽക്കുന്ന സാഹചര്യമാണ്. ഷൈൻ ടോം ചാക്കോ ഈ കൊച്ചിയിലെ പ്രധാനപ്പെട്ട ലഹരി ഇടപാടുകാരുമായി ബന്ധപ്പെട്ട് ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് ഷൈൻ ടോം ചാക്കോ. ലഹരി ഇടപാടുകളുണ്ട്, ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്ന് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എക്സൈസും ഡാൻസാഫും പോലീസും എല്ലാം ഷൈൻ ടോം ചാക്കോയുടെ നിരീക്ഷണ വലയത്തിലായിരുന്നു. എന്തായാലും ആ നിരീക്ഷണ വലയമെല്ലാം ഭേദിച്ചുകൊണ്ട് ഷൈൻ ടോം ചാക്കോ ഓടിയെങ്കിലും ആ ഓട്ടം ഇപ്പോൾ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ മുന്നിൽ നിൽക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥരുടെ 4 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ, ആ ചോദ്യം ചെയ്യലിനൊടുവിൽ കേസ് രജിസ്റ്റർ, ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസെടുക്കുന്നു. ഇനി അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇത് 10 വർഷം മുൻപ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഒരു കൊക്കെയിൻ കേസ് ഉണ്ടായിരുന്നതാണ്. പിന്നീട് ആ കേസിൽ ഇയാളെ കുറ്റവിമുക്തനാക്കിയതാണ്, അതായത് തെളിവുകളുടെ അഭാവത്തിൽ കുറ്റവിമുക്തനാക്കിയതാണ്. ആ കൊക്കെയിൻ കേസുമായി ബന്ധപ്പെട്ട വിധി പറഞ്ഞ ശേഷം അന്ന് കോടതി പറഞ്ഞ വ്യക്തമായ കാര്യങ്ങളുണ്ടായത്, അതായത് പോലീസിന്റെ വീഴ്ചകളാണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് ആ കേസിൽ രക്ഷപ്പെടാൻ കഴിഞ്ഞതെന്ന് പോലീസിന്റെ കോടതിയുടെ വിധി പ്രസ്താവത്തിൽ നിന്ന് വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. 10 വർഷത്തിന് ശേഷം വീണ്ടും ഒരു ലഹരി കേസിൽ ഇയാൾ പ്രതി ചേർക്കപ്പെടുന്നു. അതായത് പശ്ചാത്തലം പോലും, ഷൈൻ ടോം ചാക്കോയുടെ പശ്ചാത്തലം പോലും നവമി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലഹരി സംഘങ്ങളുമായിട്ട് ബന്ധമുണ്ട്, ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്നൊക്കെ പൊതുസമൂഹത്തിനടക്കം അറിയാവുന്ന കാര്യമാണ്. ഇയാളുടെ പല ബന്ധങ്ങളും, കാരണം കഴിഞ്ഞ ദിവസം ഒരു നടി വിൻസി അലോഷ്യസ് ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകളൊക്കെ നൽകിയതാണ്. ലഹരി ഉപയോഗിച്ച് ഇയാൾ മോശമായി പെരുമാറുന്നു, ഒരു സിനിമാ സെറ്റിൽ വെച്ച് മോശമായി പെരുമാറുന്നു, അങ്ങനെ ഗുരുതരമായിട്ടുള്ള പിഴവുകൾ, വീഴ്ചകൾ, തുടർച്ചയായി ലഹരി കേസുകൾ പിടിക്കപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഇത്തവണ ഷൈൻ ടോം ചാക്കോയ്ക്ക് രക്ഷപ്പെടുക അത്ര എളുപ്പമാണോ? ഇത് NDPS ആക്ട് 29 ഗുരുതര വകുപ്പുകളാണ്, 10 വർഷത്തിലധികം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഈ വകുപ്പിലുള്ളത്. ഇനി ഈ കേസിനൊപ്പം തന്നെ മറ്റു ആലപ്പുഴയിലെ കേസും പോലീസ് അന്വേഷിക്കുന്നുണ്ടോ? ആലപ്പുഴയിലെ കഞ്ചാവ് കടത്ത് കേസും പോലീസ് അന്വേഷിക്കുന്നുണ്ടോ നവമി? ടോം, എന്തായാലും ആ ഒരു കേസിന്റെ അന്വേഷണമൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ, അതായത് ഈ ചോദ്യം ചെയ്യലിൽ തന്നെ അത്തരത്തിലുള്ള അന്വേഷണമൊക്കെ നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം അത്രയും കൃത്യമായിട്ടുള്ള തെളിവുകളുടെ ശേഖരണം, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും പോലീസ് ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതും പിന്നീട് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക്, കേസെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കണമെങ്കിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുവാൻ, അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസെടുക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോലീസിന് കടക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായും ഈ തെളിവുകൾ ലഭിച്ചതുകൊണ്ട് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ തെളിവുകളിലും അതായത് തെളിവുകളും മൊഴികളിലും തമ്മിൽ വൈരുദ്ധ്യമുണ്ട്. അതായത് ഷൈൻ ടോം ചാക്കോയുടെ പോലീസ് ശേഖരിച്ച